അമ്മ ഞാൻ പോയിട്ട് വരെ. മോളെ, അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മോള് ഷോളൊന്നും ഇടാതെയാണ് പുറത്തു പോണേന്നുള്ളത്. ഒരു ഷാൾ എടുത്തിട്ടിട്ട് പോ മോളെ. മോളൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നേ. എല്ലാവരും പറയുന്നുണ്ട് ഒന്നേറെ നീ ഷാളൊന്നും ഇടാറില്ല, അതിനിപ്പോ ലിപ്സ്റ്റിക്കും കൂടെ വേണ്ട മോളെ. ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചു കളഞ്ഞ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അപ്പം ഞാനൊരു സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് അവിടെ നിന്ന് ഒരു പാസ്റ്റർ നമുക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ചതിൽ പറഞ്ഞൊരു സ്റ്റോറി കേട്ടോ. നമ്മുടെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ബുക്ക് എഴുതിയിട്ട് അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റോറി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പലരുടെ ജീവിതത്തിലെയും ഇതൊക്കെ തന്നെയല്ലേ കടന്നു പോയിട്ടുണ്ടായിരുന്നെന്നുള്ളത്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ കേട്ടോ. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പം പണ്ടത്തെ കാലം കേട്ടോ. ആ സമയത്ത് കത്ത് എഴുതാന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു മാസത്തിൽ 4 വീക്കിലും ആ പെൺകുട്ടി എന്നും കത്ത് എഴുതുമായിരുന്നു. അപ്പോൾ 4 കത്ത് ഒരു മാസത്തിൽ അങ്ങനെ വരുമായിരുന്നു. എപ്പോഴും ആ കുട്ടിയുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളൊക്കെ കത്തുകൾ എഴുതി അയക്കുകയായിരുന്നു ആ കുട്ടിയുടെ ഹോബി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കെ അവിടുത്തെ അച്ഛൻ, അതാണല്ലോ മുതിർന്ന ആള് പറഞ്ഞു ചിലവ് ചുരുക്കലാണ്, അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം അയച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്റ്റാമ്പിന് വില കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ എതിർത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ ജീവിതം. അങ്ങനെ ഇരിക്കുക കുട്ടി ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട് അവളോട് പറഞ്ഞു വീട്ടിൽ വരുന്ന ഒരുപാട് പോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതിനൊക്കെ സ്റ്റാമ്പ് പറിച്ചെടുത്തിട്ട് ഒട്ടിച്ചിട്ട് നീ അയച്ചോ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പെൺകുട്ടി ആ കത്തുകൾ എഴുതി അയക്കാൻ തുടങ്ങി. ഒരു മാസം ആയപ്പോഴേക്കും വീട്ടിലേക്ക് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഇന്ന വ്യക്തിയല്ലേ നാളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ആകെ പാനിക്കായെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പിറ്റേ ദിവസം പോയി. അപ്പോഴാണ് മനസ്സിലായത് പോസ്റ്റ്മാൻ ആദ്യത്തെ 2 പ്രാവശ്യം ഈ കത്ത് കിട്ടിയപ്പോൾ അവിടെ എടുത്തു വെച്ചു. ഈ 4 കത്ത് കിട്ടിയപ്പോൾ പോസ്റ്റ്മാൻ അതൊരു പോലീസ് ഓഫീസറിൻ്റെ അവിടെ വന്നിട്ട് ഏൽപ്പിക്കായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെയാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവളിങ്ങനെ പറഞ്ഞു. കാര്യം ഭയങ്കര കാമായിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള പെൺകുട്ടി കേട്ടോ. അപ്പം ആ കുട്ടിയുടെ ആ ഒരു ഇൻ്റലിജൻസും ആ ഒരു ഭർത്താവിനോടുള്ള സ്നേഹമൊക്കെ കണ്ടപ്പോൾ പോലീസ് ഓഫീസർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമായിരുന്നു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വേറെ എന്തോ ആവശ്യത്തിന് വന്ന ഒരു ആൾ എന്തോ വന്നതാട്ടോ. ആ വ്യക്തിയും ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ദൂരെ എവിടെ നിന്നിട്ടുള്ള ഒരു നാട്ടുകാരൻ ഇത് കാണുകയും നാട്ടിൽ ഇവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പേ ആ ഒരു വാർത്ത അവള് ഏതോ ഹോട്ടലിൽ വെച്ച് പിടിച്ചു. പ്രത്യേകിച്ചും ഹസ്ബൻഡ് ഗൾഫിലാണേ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് പിടിച്ചു, പിന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആ നാട് മുഴുവൻ അത് പാട്ടായി. അപ്പോൾ ആകെ ഈ കുട്ടിയെ അധികം നാണം കെട്ടു. വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയാണെങ്കിലും കുറ്റപ്പെടുത്തലുകളാണ്. കാരണം അവർക്കൊക്കെ അറിയെങ്കിലും നീ എന്തിനും ഇങ്ങനെ ചെയ്യാൻ പോയി, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. അങ്ങനെ കുട്ടി സൂയിസൈഡ് ചെയ്തു കേട്ടോ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പോലും പിന്നെ എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, കാരണം ഭർത്താവിനെ ഇതിൽ കൂടുതൽ സ്നേഹിച്ചതാണ് ആ കുട്ടി ചെയ്തൊരു തെറ്റ്. അതിൻ്റെ പേരിൽ കത്തുകൾ എഴുതണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്? നിന്റെ ഭാഗത്തൊരു തെറ്റില്ലല്ലോ, നീ എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. നിനക്ക് ജീവിക്കാനില്ല, നിനക്കല്ലേ ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്, കാരണം നിന്റെ ഭാഗത്താണല്ലോ ശരി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ശരിക്കും അങ്ങനെയല്ലേ ഈ ലോകം. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾക്കൊക്കെ അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചർ ആവാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാനായിരിക്കും. എന്തായാലും അതിൻ്റെ കൂടെയുള്ളൊരു അംബീഷൻ ആട്ടോ കുടുംബക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും എപ്പോഴും നല്ലത് പറയിപ്പിക്കാനുള്ളത്. ഇതും നമ്മുടെ വലിയൊരു പ്രഷറാണ്, ഭയങ്കര വലിയൊരു ഗോളാണ് അതും കൂടെ പറയിപ്പിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിലിരിക്കുന്നവർക്കൊക്കെ ഇത് വേഗം കണക്റ്റ് ആവും എന്നുള്ളത്. നമ്മുടെ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മളെ കാണാൻ ആരെങ്കിലും ഉണ്ടോ, നമ്മൾ ചെയ്യുന്നതിനെ വാച്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, ഇത് ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകും. നമ്മളെല്ലാവരും എന്തിനും അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം? ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് മുമ്പിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ നല്ലത് ചൂണ്ടിക്കാണിക്കാതെ തെറ്റ് മാത്രം കണ്ടുപിടിക്കാൻ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബോധോട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം എനിക്ക് തോന്നാറുണ്ട് എൻ്റെയൊക്കെ ഭാവി നിശ്ചയിച്ചത് അവരാണോ എന്നുള്ളൊരു തോന്നലും കൂടി എനിക്കുണ്ട് കേട്ടോ. നമ്മുടെ ഒന്നും ഭാവി നിശ്ചയിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആരുമല്ല, അത് നമ്മളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മുടെ കാര്യങ്ങൾ നമ്മളിരുന്ന് ചിന്തിക്കുക. ഇത് എനിക്ക് ചെയ്യുന്നത് ശരിയാണോ, ഇത് ചെയ്താൽ എൻ്റെ ലൈഫിൽ നല്ലത് വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ളത്. അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങാൻ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നേക്കാറുണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബുള്ളിങ്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ബാഡ് എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അത്രയും ഇപ്പം ഞാൻ തന്നെ ഇപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ പോലും അവിടേക്ക് ഇപ്പോഴത്തെ സക്സസ്സിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അയ്യോ ആ കുട്ടി പിന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി ഈ ലെവലിലേക്ക് എത്തി ഇങ്ങനെയും പറയും.
നമ്മളെ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയും പറയും. അപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ നല്ല രീതിയിലാണോ ഈ വഴി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ, നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അയ്യോ അവരൊക്കെ എന്താ ചിന്തിക്കുക, എന്നെ മോശം പറയോ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വഴി പോയാൽ എനിക്ക് സക്സസ് ആകാൻ പറ്റുമോ, ഞാൻ ഈ വഴി പോയാൽ എനിക്ക് എല്ലാം നേടാൻ പറ്റുമോ, എൻ്റെ ലൈഫിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണെന്നുള്ളത് മാത്രം ചിന്തിക്കുക. ഇല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് പറയും. ഞാനൊക്കെ ചിന്തിച്ച ഒരാളാട്ടോ. ഇപ്പം ഞാൻ പാടെ ഉപേക്ഷിച്ച ഒരു കാര്യമാണ് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്നുള്ളത്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമുള്ളത്, നമുക്ക് അറിയാം കുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും തിരിച്ച് ഒരു മറുപടിയും പറയാൻ പാടില്ല. അപ്പോൾ തറുതല പറയുന്നത് അഹങ്കാരി എന്നൊക്കെയാണ് പേര്. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയുന്നൊരു കാര്യമുണ്ട്, മോള് ചെയ്ത ഒരു കാര്യത്തിന് ആരെങ്കിലും മോളെ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് മോളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. പക്ഷേ ആ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ പ്രായത്തെ നീ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ നീ ചെയ്തത് തെറ്റാണെങ്കിൽ സൈലൻസ്, അതാണ് നിൻ്റെ ഭാഗത്തുണ്ടാകുന്ന റെസ്പോൺസ്. സൈലൻ്റായി നിന്ന് കേൾക്കുക, അത് നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് അല്ല. നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിനക്ക് അവരെ പ്രായത്തെ ബഹുമാനിച്ച്, അല്ലെങ്കിൽ നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് സംസാരിക്കാം, നിൻ്റെ ഭാഗത്തെ ക്ലിയർ ചെയ്യാം. അത് ആ ഒരു എന്താ പറയുക ഫ്രീഡം നമ്മുടെ മക്കൾക്ക്, അത് പപ്പയോടാണെങ്കിലും അമ്മയോടാണെങ്കിലും നീ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ ആരും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല, ആരെയും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ലൈഫ് നമ്മുടേതാണ്. നമ്മൾ ജനിച്ചത് ഒറ്റയ്ക്കാണ്, മരിച്ചിട്ട് ഒറ്റയ്ക്കാണ് നമ്മൾ പോവുക. അതേപോലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ ആരും പൈസ ഒന്നും സഹായിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീണ് പോയി നമ്മളൊന്ന് എടുത്തു പോക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ ഇവർക്കെല്ലാം എന്താ അവകാശം, നമ്മുടെ ലൈഫിൽ ആർക്കും ഒരു അവകാശമില്ല. പക്ഷെ പറയുന്നവരുടെ വായി നമുക്ക് പോയി കൊട്ടി അടക്കാനും പറ്റില്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഇപ്പോൾ പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൻ്റെ എല്ലാ അംബിഷൻസും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയോ ചെയ്താൽ നമുക്ക് നഷ്ടം. അതായത് അവർക്കൊരു നഷ്ടമില്ല, അവർക്ക് നാളെ വേറെ ടോപ്പിക് കിട്ടും. അതുകൊണ്ട് തന്നെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, നമ്മുടെ ലൈഫിനെ ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്, നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. അത് മാത്രം ചിന്തിക്കുക. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് ആരും ആരുടെ കാര്യങ്ങളും കേൾക്കാനോ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഫീൽ കേട്ടോ. പക്ഷെ നമ്മളൊക്കെ ജീവിച്ചൊരു ജീവിതത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പോഴും ഞാനൊക്കെ ചില സമയത്ത് അത് ഫോളോ ചെയ്യാറുണ്ട്. ഇത് ചെയ്താൽ അപ്പോൾ അവരൊക്കെ എന്താ വിചാരിക്കുക എന്നുള്ളത്. പലപ്പോഴും അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ലൈഫിൽ അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായി മാറിയത്. നമുക്കൊരു മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കുറേയേറെയൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ ചൂസ് ചെയ്യുക, നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി ജീവിക്കുക. പക്ഷേ അത് നമ്മുടെ കൾച്ചറിനനുസരിച്ചിട്ടും നമ്മളുടെ പാരൻസിനാണെങ്കിലും നമുക്കാണെങ്കിലും അത് നല്ലത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക. അല്ലാതെ തെറ്റ് കുറ്റങ്ങൾ ചെയ്തിട്ടേ ഞാൻ നമ്മുടെ ലോകത്ത് കുടിക്കാൻ ഇതുണ്ട്, കുടിക്കുക എല്ലാവർക്കും കുടിക്കുക എന്നുള്ളത് കൊണ്ടല്ലോ ഗവൺമെൻറ് അത് ഇറക്കിയിട്ടുള്ളത്. അത് ഞാൻ കുടിച്ച് ലെവൽ കെട്ടി 4 പേർ നടക്കും എന്നുള്ള ഇത് നാട്ടുകാർ എന്ത് പറഞ്ഞോട്ടെ ഞാനിത് ചെയ്യുമെന്ന് വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ഗുഡ് ആണെന്ന്. കുടിക്കുക എന്നുള്ളത് പേഴ്സണൽ ഇതാണ്. പക്ഷെ നാട്ടുകാരെ പറയിപ്പിച്ച് നടക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരുപാട് പറയിപ്പിക്കൽ കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ലാതെ നമ്മൾ എന്തിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാലും എല്ലാം ചുറ്റും നിൽക്കുന്നവർക്ക് ആർക്കും ഒരു നല്ല അഭിപ്രായം പറയാനുണ്ടാവില്ല. അത് നമ്മൾ ഒരുപാട് കോർണർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അത് ഡൗൺ ആക്കും. അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഭാഗങ്ങളെ ചിന്തിക്കാനോ കേൾക്കാനോ നിൽക്കാതെ ആ പറയുന്ന കാര്യങ്ങൾ ചിരിച്ച് തള്ളിപ്പോവാനും, എൻ്റെ ഉള്ളിൽ എന്നെപ്പറ്റി ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ എന്താണോ പറയുന്നത് അതേ ഞാൻ ചെയ്യുള്ളൂ, അതേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തായാലും നമുക്ക് സന്തോഷവും സക്സസ്സും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പം മാറ്റണമെന്ന് ആഗ്രഹിച്ച് ഇന്ന് ഞാൻ ഒരു 2K കിഡ്സ് ഒക്കെ ആണെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.